ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഗോഡ്സില്ല വേഴ്സസ് കോങ്. നിങ്ങൾ ഇതിൽ ആരുടെ ഫാനാണ്? ഗോഡ്സില്ലയുടേതാണോ അതോ കോങ്ങിൻ്റേതാണോ? പലർക്കും രണ്ട് ഇഷ്ടങ്ങളുണ്ടാവും അല്ലേ? ഗോഡ്സില്ലയും ചിലപ്പോൾ ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ കോങ്ങിനെ ആയിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമുള്ളവരും ഉണ്ടാവും. നിങ്ങൾ ഇതിൽ ആരുടെ ഫാനാണ് എന്ന് തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ രണ്ടുപേരും തമ്മിൽ ഒരു ഫൈറ്റ് വെച്ചാൽ ആര് വിജയിക്കുമായിരിക്കും? അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഗോഡ്സില്ല വേഴ്സസ് കോങ് എന്ന് പറഞ്ഞ സിനിമ തീർച്ചയായും കണ്ടേ മതിയാകൂ. അപ്പോൾ ആ സിനിമയുടെ കഥ എൻ്റേതായ രീതിയിൽ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സിനിമയുടെ തുടക്കത്തിൽ സ്കൾ ഐലൻഡാണ് കാണിക്കുന്നത്. അവിടെയാണ് നമ്മുടെ കോങ് ജീവിക്കുന്നത്. സോ ഇവർ ഇന്നലെ രാത്രി നന്നായിട്ട് വെള്ളമടിച്ച് കിക്കായിട്ട് കിടന്നാണെന്ന് തോന്നുന്നു. രാവിലെ തന്നെ എഴുന്നേറ്റ് ഭയങ്കരമായിട്ട് ക്ഷീണത്തോടെ കോട്ടുവായൊക്കെ ഇട്ട് ശരീരമൊക്കെ സ്ട്രെച്ച് ചെയ്ത് ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിലൂടെ പോയിട്ട് അതിൻ്റെ അകത്ത് നന്നായിട്ട് കുളിക്കുന്നു. ആ കാട്ടിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ എന്ത് സുഖമായിരിക്കും അല്ലേ? വെറുതെയാണോ പുള്ളിക്കാരനൊക്കെ കിങ് കോങ് എന്ന് വിളിക്കുന്നത്? നല്ല രാജകീയ ജീവിതം തന്നെയല്ലേ ജീവിക്കുന്നത്. അതേ ദ്വീപിൽ തന്നെ ഒരു കൊച്ചു പെൺകുട്ടിയെയും കാണിക്കുന്നു. അവളുടെ പേര് ജിയ എന്നാണ്. അവളുടെ കയ്യിൽ ഒരു ഗൊറില്ലയുടെ പാവയുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കോങ് എന്ത് ചെയ്തു എന്നറിയോ? ഒരു വലിയ മരം പിഴുതെടുത്ത് അതിൻ്റെ കൊമ്പുകളൊക്കെ വലിച്ച് പറിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജിയ അങ്ങോട്ടേക്ക് ഓടി വരുന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ കുരങ്ങിൻ്റെ പാവയുണ്ടല്ലോ, അതെടുത്ത് കുരങ്ങിനെ തന്നെ കാണിക്കുന്നു. അതായത് ആ പാവയെടുത്ത് കോങ്ങിനെ കാണിക്കുന്നു. കോങ് കുനിഞ്ഞ് അത് നോക്കിയിട്ട് അതിനുശേഷം നേരത്തെ പിഴുതെടുത്ത ആ മരമില്ലേ, ആ മരത്തടി എടുത്തിട്ട് ജാവലിൻ ത്രോ എറിയുന്നത് പോലെ വലിച്ച് ആകാശത്തേക്ക് എറിയുന്നു. അത് ചെന്ന് കൊള്ളുന്ന ഭാഗം ഒരു സ്ക്രീൻ പോലെ എന്തോ ഒന്ന് പൊട്ടിത്തകരുന്നു. ആകാശമൊക്കെ മാറി അതിനുള്ളിൽ ഒരു സ്റ്റേജ് പോലെ, ഒരു സ്ക്രീൻ പോലെ എന്തോ തെളിയുന്നു. അതായത് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന ആ മലയും ആകാശവും വെള്ളച്ചാട്ടവും ഒക്കെ ഒരു മായിക ലോകമാണ്. അതായത് നമ്മുടെ കിങ് കോങ്ങിനെ സ്കൾ ഐലൻഡ് എന്നുള്ള ആ ഒരു മായിക ലോകത്ത് അടച്ചു വച്ചിരിക്കുകയാണ്. ആ ലോകം ഉണ്ടാക്കിയിരിക്കുന്നത് മൊണാർക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. കോങ് അതൊക്കെ പൊട്ടിത്തകരുന്നത് നോക്കി അലറി വിളിക്കുന്നു. അടുത്തതായി ഒരു സ്ത്രീയെ കാണിക്കുന്നു. അവരുടെ പേര് ഡോക്ടർ ഐലിൻ ആൻഡ്രൂസ് എന്നാണ്. ഡോക്ടർ ഐലിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഭാഷകൾ അറിയാം. അതുകൊണ്ട് പല ആൾക്കാരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ എക്സ്പേർട്ടാണ് ഐലിൻ ആൻഡ്രൂസ്. അങ്ങനെ ഐലിൻ തൊട്ടടുത്തുള്ള ആ വ്യക്തിയോട് സംസാരിക്കുകയാണ്. കോങ് ഇപ്പോൾ ഒരുപാട് വളർന്നു കഴിഞ്ഞു. ഇനിയും ഒരുപാട് കാലം അവനെ നമുക്ക് ഇതിനുള്ളിൽ അടച്ചിടാൻ സാധിക്കുകയില്ല. ഇവനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം. പക്ഷേ അങ്ങനെ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോഡ്സില്ലയ്ക്ക് കോങ് ഇരിക്കുന്ന സ്ഥലം മനസ്സിലാവും. അവർ തമ്മിൽ ഏറ്റുമുട്ടും. അങ്ങനെ നടന്നാൽ വലിയ വലിയ നാശനഷ്ടങ്ങൾ ഈ ലോകത്തിന് സംഭവിക്കുമെന്ന് ഐലിൻ പറയുന്നു. അപ്പോഴേക്കും ജിയ അങ്ങോട്ടേക്ക് ഓടി വരുന്നു. എന്നിട്ട് ഡോക്ടറോട് കോങ് വളരെ ദേഷ്യത്തിലാണെന്ന് സൈൻ ലാംഗ്വേജിൽ പറയുന്നു. അതായത് നമ്മുടെ ജിയക്കുട്ടിക്ക് സംസാരിക്കാനോ കേൾക്കാനോ പറ്റില്ല. ജിയയുടെ കുടുംബവും ഗോത്രവും എല്ലാം നശിച്ചുപോയി. ജിയ മാത്രമാണ് ബാക്കിയായത്. ഐലിനാണ് അവളെ കണ്ടെത്തുന്നതും ദത്തെടുത്ത് വളർത്തുന്നതും. അടുത്തത് നമ്മൾ കാണുന്നത് ഫ്ലോറിഡയാണ്. ഫ്ലോറിഡയിലെ ഒരു പ്രദേശത്ത് അപ്പെക്സ് സൈബർനോട്ടിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി നിലവിലുണ്ട്. ആ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ് ബേർണി. ആ കോർപ്പറേറ്റ് കമ്പനിയിൽ ഒരുപാട് കള്ളത്തരങ്ങളും ഇല്ലീഗൽ ആക്ടിവിറ്റീസും ഒക്കെ നടക്കുന്നുണ്ട് എന്ന് ബേർണി കണ്ടെത്തുന്നു. അവൻ ആ രഹസ്യങ്ങളൊക്കെ ഒരു റേഡിയോയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബേർണി 5 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുകയായിരുന്നു. ഒരു ടെക്നിക്കൽ സ്റ്റാഫായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. പക്ഷേ അവനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അപ്പെക്സ് സൈബർനോട്ടിക്സിൽ പ്രധാനമായിട്ട് ചെയ്യുന്നത് റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അതുമായി ബന്ധപ്പെട്ട റിസർച്ചുകളൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് അപ്പെക്സ് സൈബർനോട്ടിക്സ് എന്നുള്ള കമ്പനി എന്ന് കമ്പനിയുടെ CEO ആയ വാൾട്ടർ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബേർണി ആ കോർപ്പറേറ്റ് കമ്പനിക്കുള്ളിലേക്ക് വരുന്നു ഒരു സ്പൈ ആയിട്ട്. ശേഷം ഒരു ലോക്കറിൽ ചെന്ന് പെൻഡ്രൈവ് എടുത്ത് കയ്യിലേക്ക് വയ്ക്കുന്നു. അതിനുശേഷം അവന് പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ പോയിട്ട് ബേർണി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സാനിറ്റൈസർ കൊടുത്തിട്ടും ടോസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ പറിച്ച് ഓരോ സാധനങ്ങൾ എടുത്ത് കൊടുത്തിട്ടൊക്കെ അയാളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവസാനം ഈ പണ്ടാരത്തിൻ്റെ ഇറിറ്റേഷൻ താങ്ങാൻ വയ്യാതെ അയാൾ മൂത്രമൊഴിക്കാനാണെന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നു. അതുതന്നെയായിരുന്നു ബേർണിക്കും വേണ്ടത്. ആ ഉദ്യോഗസ്ഥൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കമ്പ്യൂട്ടറിൽ താൻ കൊണ്ടുവന്ന പെൻഡ്രൈവ് കുത്തി അതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് ഡാറ്റാസ് പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തെടുക്കുന്നു നമ്മുടെ ബേർണി. അതിനിടയിൽ ബേർണി ഒരു കാര്യം കൂടി കണ്ടെത്തുന്നു. അപ്പെക്സ് എന്ന ആ കമ്പനിയിൽ ഒരു സ്പെഷ്യൽ റൂമുണ്ട്, സബ് ലെവൽ 33. ആ റൂമിൽ നിന്നും അപ്പെക്സിന്റെ മറ്റൊരു ബ്രാഞ്ചിലേക്ക് എന്തോ ഒരു സാധനം പാഴ്സൽ ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ബേർണി അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ കമ്പനിയിൽ നിന്നും അലാറം മുഴങ്ങുന്നു. ദൈവമേ, പിടിച്ചു എന്ന് വിചാരിച്ചിട്ട് പേടിച്ചുകൊണ്ട് അവൻ കൈ ഉയർത്തി നിൽക്കുകയാണ്. അപ്പോഴാണ് അവന് മനസ്സിലായത് അവനെ കണ്ടുപിടിച്ചുകൊണ്ടൊന്നല്ല അലാറം മുഴങ്ങിയത് എന്ന്.
എന്തിനാണ് അലാറം അടിച്ചതെന്ന് അറിയോ? ഫ്ലോറിഡയിലേക്ക് അപ്പെക്സ് കമ്പനിയുള്ള ആ സ്ഥലത്തേക്ക് ഗോഡ്സില്ല വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ അപ്പെക്സ് കമ്പനിയുടെ സിഇഒയും കൂടെയുള്ള റെൻ എന്ന് പറയുന്ന വ്യക്തിയും ഹെലികോപ്റ്ററിൽ കയറി അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ബേണി ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലല്ലേ ഉള്ളത്. അവൻ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ലിഫ്റ്റിൽ കയറി എങ്ങോട്ടേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. ഗോഡ്സില്ല അപ്പെക്സ് കമ്പനിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വരുന്നത്. ഒരുപാട് ഹെലികോപ്റ്ററുകളൊക്കെ വന്ന് ഗോഡ്സില്ലയെ ചന്നം പിന്നം വെടിയുതിർത്തുകൊണ്ടിരിക്കുന്നു. മിസൈലുകൾ വരെ ഉപയോഗിച്ചു നോക്കി ഗോഡ്സില്ലയെ തുരത്തുന്നതിന് വേണ്ടി. പക്ഷെ ഗോഡ്സില്ല വെറുതെ ഇരിക്കുമോ? കന്ന പിന്ന വായിൽ നിന്ന് തീയൊക്കെ തുപ്പി ഒരുപാട് ഹെലികോപ്റ്ററുകളൊക്കെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ഗോഡ്സില്ല എന്നാ സുമ്മാ വാ, അങ്ങനെയല്ലേ ചങ്ങായിമാരെ? ബേണിയാകട്ടെ ആ കമ്പനിക്കുള്ളിൽ അവിടെ ഇവിടെയായിട്ട് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ്സ് ബേണിയോട് ID കാർഡ് ചോദിക്കുന്നു. ഇവിടെ ആൾ തട്ടിപ്പോവാൻ നിൽക്കുക എന്ന്, അതിൻ്റെ ഇടയിലാണോ നിങ്ങൾക്ക് ID കാർഡ് എന്ന് ബേണി തിരിച്ച് ചോദിക്കുന്നു. അതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, അവിടെ ID കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രവേശനമുള്ളൂ. അവർ പെട്ടെന്ന് തന്നെ ഒരു തോക്കെടുത്തിട്ട് ബേണിക്ക് നേരെ ചൂണ്ടുന്നു. അതേസമയം തന്നെ ഗോഡ്സില്ല ആ സ്ഥലം തീ തുപ്പി തകർക്കുന്നു. ബേണിക്ക് ഭാഗ്യമുണ്ട് കേട്ടോ, ഇത്തിരി കരിപുരണ്ടാലെന്താ ജീവൻ രക്ഷപ്പെട്ടില്ലേ. അപ്പെക്സിൻ്റെ ഒരു റൂമിൽ നിന്നും മറ്റൊരു ബ്രാഞ്ചിലേക്ക് എന്തോ ഒരു സാധനം കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് നമ്മുടെ ബേണി കണ്ടെത്തുന്നു. അതെന്താണെന്നറിയോ? ഓർക്ക എന്ന് പറയുന്ന ഒരു മെഷീനാണ്. ആ മെഷീൻ ഉപയോഗിച്ച് മോൺസ്റ്റേഴ്സിൻ്റെ കൂടെ സംസാരിക്കാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവരെ വിളിച്ചു വരുത്താം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ മെഷീൻ കാരണമാണ് നമ്മുടെ ഗോഡ്സില്ല അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഗോഡ്സില്ല ഫ്ലോറിഡയിലേക്ക് വന്നിട്ട് അവിടെ മുഴുവൻ നാശനഷ്ടം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ന്യൂസിൽ പറയുന്നു, ഇത്രയും കാലം നമ്മളെല്ലാവരും വിചാരിച്ചത് ഗോഡ്സില്ല മനുഷ്യരുടെ ഫ്രണ്ടാണ് എന്നാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഗോഡ്സില്ല മനുഷ്യർക്ക് വില്ലനാണ് എന്നാണ്. അതുമാത്രമല്ല, നമ്മുടെ അപ്പെക്സ് കമ്പനിയുടെ CEO ഉണ്ടല്ലോ, പുള്ളിക്കാരനും ന്യൂസിലൂടെ ഗോഡ്സില്ല വില്ലനാണെന്നും മനുഷ്യർക്ക് അത്യാപത്തായ ഒരു ജീവിയാണെന്നും പറയുന്നു. ഉടനെ തന്നെ അതിനെ വധിക്കണമെന്നും അയാൾ പറയുന്നു. തൻ്റെ കമ്പനി അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് എന്നും അയാൾ ന്യൂസിലൂടെ പുറത്തു പറയുന്നു. ഈ ന്യൂസ് TV-യിൽ കാണിക്കുന്നത് ഒരു പെൺകുട്ടി സ്കൂളിലിരുന്ന് കാണുന്നു. നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിലെ 11 മില്ലി ബോബി. ആ പെൺകുട്ടി ബേണി റെക്കോർഡ് ചെയ്ത പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ട് പോവുകയാണ്. പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു റേഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസൊക്കെ പോലെ ആർക്ക് വേണമെങ്കിലും എപ്പോഴും കേൾക്കാൻ പറ്റുന്ന ഒരു ഓഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് മെത്തേഡാണ്. ആ പോഡ്കാസ്റ്റിൻ്റെ പേര് ടൈറ്റൻ ട്രൂ പോഡ്കാസ്റ്റ്. ടൈറ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോൺസ്റ്റേഴ്സ്, ഗോഡ്സില്ല, കോങ് എന്നിവയൊക്കെ പോലെ. സോ അവളത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഗോഡ്സില്ലയുടെ ആക്രമണം കാരണം ഒരുപാട് പേർക്ക് അവരുടെ വീട് നഷ്ടമായി. അവർക്ക് വേണ്ടി ഒരു റിലീഫ് ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലോറിഡയിൽ. അത് നടത്തുന്നത് മൊണാർക്ക് എന്ന കമ്പനിയാണ്. മൊണാർക്ക് എന്ന കമ്പനിയുടെ മാനേജറാണ് മാർക്ക്. അദ്ദേഹത്തിൻ്റെ മകളാണ് മാഡിസൺ റസൽ എന്ന മില്ലി ബോബി കഥാപാത്രം. അങ്ങനെ മാഡിസൺ മാർക്കിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അവൾ അവളുടെ അച്ഛനോട് പറയുകയാണ്, ഗോഡ്സില്ല ഇങ്ങനെ ഒരു കാരണവുമില്ലാതെ ആരെയും ഉപദ്രവിക്കില്ല. അതിനെ ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യുകയോ ഡിസ്റ്റർബ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അതിങ്ങനെ ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഗോഡ്സില്ലയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. പക്ഷേ അത് അവളുടെ അച്ഛന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അയാൾ ഗോഡ്സില്ലയെ ഒരു വില്ലനായി തന്നെയാണ് കാണുന്നത്. സോ മാഡിസൺ ദേഷ്യപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഇപ്പോൾ അപ്പെക്സ് കമ്പനിയുടെ CEO ഇല്ലേ, പുള്ളിക്കാരൻ ഒരു കോളേജിലേക്ക് പോകുന്നു. അവിടെ ഒരു പ്രൊഫസറുണ്ട്. അദ്ദേഹം വളരെയധികം നോവൽസൊക്കെ എഴുതുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് നേതൻ എന്നാണ്. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് കൂടിയാണ്. നേതൻ്റെ ബുക്കുകളെല്ലാം അപ്പെക്സ് CEO മുമ്പേ വായിച്ചിട്ടുണ്ട്. ആ ബുക്കിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്നറിയോ? ഈ ഭൂമിക്ക് പുറത്ത് നമ്മൾ കാണുന്ന ഒരു ലോകമുണ്ട്, അതല്ലാതെ ഭൂമിക്ക് ഉൾവശത്ത് മറ്റൊരു ലോകം കൂടിയുണ്ട്. ഹോളോ എർത്ത് എന്നാണ് അദ്ദേഹം അതിന് വിളിച്ചിരുന്നത്. ആ ഹോളോ എർത്തിലാണ് ഇതുപോലെ ഗോഡ്സില്ലയൊക്കെ പോലെയുള്ള മോൺസ്റ്റേഴ്സ് അധിവസിക്കുന്നതെന്നാണ് നേതൻ്റെ തിയറി. മോൺസില്ലയെ പോലുള്ള ടൈറ്റൻസ് ഒക്കെ ഒറിജിനായതും ഹോളോ എർത്തിലാണ്. ഈ ഭൂമിക്കുള്ളിലെ ലോകം എന്നുള്ള ഈ തിയറി, അതായത് ഹോളോ എർത്ത് എന്ന കോൺസെപ്റ്റ് നമ്മുടെ അപ്പെക്സ് CEO വിശ്വസിക്കുന്നു. കാരണം അയാളുടെ കയ്യിൽ ഒരുപാട് സാറ്റലൈറ്റും അങ്ങനെ ഒരുപാട് ഉപകരണങ്ങളുണ്ടല്ലോ, അതുവഴി ഭൂമിയെ സ്കാൻ ചെയ്യുകയും അതിലൂടെ ഇത്തരമൊരു ലോകം ഉണ്ടെന്ന് അയാൾ കൺഫേം ചെയ്യുകയും ചെയ്യുന്നു. മാത്രമല്ല ഈ ഹോളോ എർത്ത് തന്നെയാണ് ഗോഡ്സില്ലയുടെ പവർ സോഴ്സ് എന്നും അയാൾ പറയുന്നു. സോ ഹോളോ എർത്തിലുള്ള ആ പവർ നമ്മുടെ അധീനതയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഗോഡ്സില്ലയ്ക്കെതിരായ ഒരു ആയുധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അതിനെ നശിപ്പിക്കുകയും ചെയ്യാം എന്ന് CEO പറയുന്നു. ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേതൻ്റെ സഹായത്തിന് വേണ്ടിയിട്ടാണ് CEO ഇപ്പോൾ നേതനെ കാണാൻ വന്നിരിക്കുന്നത്. ഹോളോ എർത്തിലേക്ക് എങ്ങനെ പോകാമെന്ന് CEO നേതനോട് ചോദിക്കുന്നു. നേതന് ഒരു ബ്രദർ കൂടി ഉണ്ടായിരുന്നു. ഈ ഹോളോ എർത്തിലേക്ക് പോകാൻ ശ്രമിച്ച് അവൻ മരിച്ചുപോയി. കാരണം ആ ഹോളോ എർത്തിൽ
ഗ്രാവിറ്റിയൊക്കെ വളരെ വ്യത്യസ്തമാണ്. ആൻറ്റി ഗ്രാവിറ്റി എന്നാണ് അതിന് അവർ പേര് വിളിക്കുന്നത്. അതായത് ഭൂമിയിലാവുമ്പോൾ നമ്മുടെ ഭൂമിയുടെ മാസിലേക്ക് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കുന്ന ഫോഴ്സാണല്ലോ ഭൂഗുരുത്വം അഥവാ ഗ്രാവിറ്റി. പക്ഷേ അതേസമയം ഈ ഭൂഗുരുത്വത്തിന് പകരം നമ്മളൊക്കെ ആകാശത്തിലേക്ക് ഉയരുകയാണെങ്കിൽ, ആകാശം നമ്മളെ ആകർഷിക്കാതിരിക്കുമെങ്കിൽ എങ്ങനെയിരിക്കും? അതാണ് ആൻറ്റി ഗ്രാവിറ്റി. സോ ആ എഫക്റ്റിൽ പെട്ടിട്ടാണ് നേതൻ്റെ സഹോദരൻ മരിച്ചത്. ആൻറ്റി ഗ്രാവിറ്റിയെ ടാക്കിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പെക്സ് കമ്പനി ഒരു വലിയ കിടുക്കാച്ചി ഒരു വിമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വിമാനം കൊണ്ട് ആൻറ്റി ഗ്രാവിറ്റിയെ തരണം ചെയ്യാൻ സാധിക്കുമെന്ന് അപ്പെക്സ് CEO പറയുന്നു. അങ്ങനെ നേതനും അവരെ സഹായിക്കാൻ സമ്മതിക്കുന്നു. ഒരു കുരുവിക്ക് എത്ര ദൂരത്തിലേക്ക് പോയാലും എവിടെയെങ്കിലും കുടുങ്ങിപ്പോയാലും എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ കൂട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള വഴി അറിയാൻ സാധിക്കും. ആ തിയറി വെച്ചിട്ടാണെങ്കിൽ ഒരു ടൈറ്റൻ മോൺസ്റ്ററിന് അവൻ്റെ പൂർവികരൊക്കെ താമസിച്ചിരുന്ന സ്ഥലം, അതായത് ഹോളോ എർത്തിലേക്ക് പോകാനുള്ള വഴി തീർച്ചയായും അറിയാൻ സാധിക്കും എന്ന് നേതൻ പറയുന്നു. ഇപ്പോൾ ഉള്ളതിൽ മനുഷ്യർക്ക് അറിയുന്ന ഒരേയൊരു ടൈറ്റൻ കോങ് ആണ് എന്നും നേതൻ പറയുന്നു. കോങ്ങിനെ മൊണാർക്ക് കമ്പനിയാണ് സംരക്ഷിക്കുന്നത്. ആ കമ്പനിയിൽ നമ്മുടെ നേതന് ഒരു ഫ്രണ്ട് ഉണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഡോക്ടർ ഐലിൻ. അങ്ങനെ നേതൻ സ്കൾ ഐലൻഡിലേക്ക് പോയിട്ട് ഐലിനെ കാണുകയും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ ആ ഹോളോ എർത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കോങ്ങിൻ്റെ സഹായം വേണം. അങ്ങനെ പോയാൽ മാത്രമേ അവിടെ ഇരിക്കുന്ന പവർ സോഴ്സിനെ കൺട്രോൾ ചെയ്ത് ഗോഡ്സില്ലയ്ക്കെതിരായ ഒരു വെപ്പൺ ഉണ്ടാക്കുകയും ഗോഡ്സില്ലയെ നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അയാൾ ഐലിനോട് പറയുന്നു. പക്ഷേ ആദ്യമൊന്നും ഐലിൻ സമ്മതിക്കില്ല. പക്ഷേ അവസാനം സമ്മതിക്കും. പക്ഷേ കോങ്ങിനെ വെളിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മുടെ പാവൻ ജിയക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾക്കാകെ വിഷമമാവുന്നു. ഇപ്പോൾ നമ്മുടെ കോങ്ങിനെ മയക്കുമരുന്ന് കൊടുത്ത് ഒരു വലിയ ഷിപ്പിൽ കെട്ടിയിട്ട് അന്റാർട്ടിക്കയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്റാർട്ടിക്കയിലാണ് ഈ ഹോളോ എർത്തിലേക്ക് പോകാനുള്ള ഒരു വഴി ഉള്ളതായിട്ട് നേതൻ്റെ തിയറി പ്രകാരം പറയുന്നത്. അങ്ങനെ ഈ മിഷൻ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പെക്സ് കമ്പനിയുടെ സിഇഒയുടെ മകൾ മായ അങ്ങോട്ടേക്ക് വരുന്നു. മായ ആ കപ്പലിലേക്ക് വരുമ്പോൾ അവരുടെ കമ്പനി ഉണ്ടാക്കിയിരുന്ന ആ വലിയ വിമാനമില്ലേ, അതുകൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ലോസ് വേഗാസിൽ ഒരാഴ്ചത്തേക്ക് എത്രത്തോളം കറണ്ട് വേണമോ അത്രയും കറണ്ട് വേണം ആ ഫ്ലൈറ്റ് ഓടിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ അവർ കോങ്ങിനെയും കൊണ്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഐലിൻ എല്ലാവരോടുമായിട്ട് പറയുന്നു, ഇപ്പോൾ കോങ് സ്കൾ ഐലൻഡിൽ നിന്നും പുറത്താണുള്ളത്. അത് ഗോഡ്സില്ല അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വരും. അവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവും. കോങ് ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുമെന്ന് ഐലിൻ എല്ലാവരോടുമായിട്ട് പറയുന്നു. നമ്മുടെ ജിയക്കുട്ടിയും ആ കപ്പലിലുണ്ട്. രാത്രിയായപ്പോൾ അവൾ നേരെ കോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് പോകുന്നു. ഐലിൻ അവളെ പിടിച്ചു മാറ്റിയിട്ട് അത് ഭയങ്കര അപകടമാണ് എന്ന് പറയുന്നു. നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ഐലിൻ ചോദിക്കുന്നു. അപ്പോൾ ജിയ പറയും, കോങ് വളരെ വിഷമത്തിലാണുള്ളത്, അവന് ദേഷ്യവും വരുന്നുണ്ട്, അവൻ്റെ വീട്ടിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഐലിൻ പറയും, അത് നിനക്കെങ്ങനെ അറിയാം? എന്താ കോങ് നിന്നോട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ എന്ന്. അപ്പോൾ ജിയ പറയും, എന്നോട് അവൻ അങ്ങനെ പറഞ്ഞു. അത് കേട്ടതോടെ ഐലിൻ മെല്ലെ കോങ്ങിനെ നോക്കുന്നു. കോങ് ആവട്ടെ സൈൻ ലാംഗ്വേജിൽ എനിക്ക് വീട്ടിൽ പോകണമെന്ന് ഐലിനോടും പറയുന്നു. അത് കണ്ട് ഐലിൻ ഞെട്ടിപ്പോകുന്നു. അതായത് നമ്മുടെ ജിയക്കുട്ടി കോങ്ങിനെ സൈൻ ലാംഗ്വേജ് പഠിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം നമ്മുടെ മാഡിസൺ ഉണ്ടല്ലോ, പുള്ളിക്കാരിയുടെ ഫ്രണ്ടും കൂടിയിട്ട് ബേണിയുടെ അഡ്രസ്സ് ഒരുപാട് തിരഞ്ഞ് കണ്ടുപിടിക്കുന്നു. ആ പോഡ്കാസ്റ്റ് കേട്ടതും അതിൻ്റെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടുമാണ് അവർ ബേണിയുടെ വീട്ടിലേക്ക് പോകുന്നത്. അവർ രണ്ടുപേരും പോയിട്ട് ബേണിയുടെ വാതിലിൽ തട്ടുന്നു. അയാൾ കതക് തുറക്കുന്നില്ല. ഒരു CCTV വഴി ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒടുവിൽ മാഡിസൺ തൻ്റെ അച്ഛൻ മൊണാർക്ക് കമ്പനിയുടെ ചീഫാണ് എന്ന് പറഞ്ഞപ്പോൾ ബേണി അവരെ ഉള്ളിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ ബേണി അവരോട് അപ്പെക്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. താൻ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പെൻഡ്രൈവും അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. മാത്രമല്ല ഓർക്ക എന്ന് പറയുന്ന ആ മെഷീൻ ഉണ്ടല്ലോ, അതിനെപ്പറ്റിയും അവരോട് സംസാരിക്കുന്നു. ശേഷം അവർ 3 പേരും കൂടി ഒരു ടീമായിട്ട് അപ്പെക്സ് കമ്പനിയിലേക്ക് പോകുന്നു. ഇതേസമയം മറ്റുള്ളവർ കോങ്ങിനെയും കൊണ്ട് അന്റാർട്ടിക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ആ കപ്പല് പെട്ടെന്ന് കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. എല്ലാവരും എന്താണെന്ന് കാര്യം എന്ന് നോക്കുമ്പോൾ കോങ് പുറത്തു വന്നതറിഞ്ഞ് ഗോഡ്സില്ല അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഗോഡ്സില്ല വരുന്നത് കണ്ട മിലിറ്ററി അംഗങ്ങൾ അതിനു നേരെ മിസൈൽ അയക്കുകയും ജെറ്റ് വിമാനങ്ങൾ ഉപയോഗിച്ച് ബോംബിടുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഗോഡ്സിലേക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അത് അതിൻ്റെ വാലുകൊണ്ട് ആ ജെറ്റ് വിമാനങ്ങളൊക്കെ അടിച്ച് തകർക്കുന്നു. ഗോഡ്സില്ല തൻ്റെ അടുത്തേക്ക് വരുന്നത് കോങ്ങും കാണുന്നു. പെട്ടെന്ന് കടല് ശാന്തമാവുന്നു. ഗോഡ്സില്ലയെ എവിടെയും കാണുന്നില്ല. കോങ് കടലിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വെള്ളത്തിനടിയിൽ നിന്നും ഗോഡ്സില്ല മുകളിലേക്ക് ഉയർന്നു വന്ന് കോങ്ങിനെ കെട്ടിയിട്ടിരിക്കുന്ന കപ്പല് മറിച്ചിടുന്നു. ആ കപ്പലിൽ തന്നെയാണ് ജിയയും ഐലിനും നേതനും മായയും എല്ലാവരും ഉള്ളത്. അവരൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കോങ്ങിനെ ആവട്ടെ ചങ്ങലയിൽ കെട്ടിയിട്ടതുകൊണ്ട് അവനും മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐലിൻ എന്താ ചെയ്യുന്നതെന്നറിയോ? കോങ്ങിനെ കെട്ടിയിട്ടിരുന്ന ആ ചങ്ങലകളെല്ലാം അഴിച്ചുവിടുന്നു.
മോനെ തലവൻ ദേ വന്ന് നിൽക്കുന്നു. ഗോഡ്സിലയെ കോങ് ഒരൊറ്റ ചവിട്ടിന് തെറിപ്പിച്ച് ആ കപ്പല് പിടിച്ച് നേരെ നിർത്തി അതിന് മുകളിൽ കയറി നിന്ന് അലറി വിളിച്ചു. എൻ്റെ സൗണ്ട് പറയാണ്, ആ ഒറിജിനൽ സൗണ്ടിലൊന്ന് കേട്ട് നോക്കണം. മോനെ. ഇപ്പോൾ ഗോഡ്സില കുറച്ച് ദൂരെയായിട്ട് നിൽക്കുന്നത് കോങ്ങിന് കാണാം. അവൻ ആ കപ്പലിൽ നിന്ന് ജമ്പ് ചെയ്ത് അടുത്ത കപ്പലിലേക്ക് ചാടിക്കയറുന്നു. ഒരു ഷിപ്പിൽ ഒരുപാട് ജെറ്റ് വിമാനങ്ങൾ കോങ് കാണുന്നു. അവൻ അതിലൊരു ജെറ്റ് വിമാനം എടുത്തിട്ട് ഗോഡ്സിലയുടെ മേലേക്ക് വലിച്ചെറിയുന്നു. പക്ഷേ ഗോഡ്സിലയ്ക്ക് ഒന്നും തന്നെ പറ്റുന്നില്ല. ഗോഡ്സില ചാടി കയറി കോങ് നിൽക്കുന്ന കപ്പലിലേക്ക് കയറുന്നു. അപ്പോൾ നമ്മുടെ കോങ് നല്ല കിടിലനായിട്ടൊരൊറ്റ ഇട്ടി ഗോഡ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നന്നായിട്ട് അടി കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും ഗോഡ്സിലേക്കൊന്നും പറ്റുന്നില്ല. അവൻ തിരിച്ചൊരൊറ്റ അടി കോങ് ദേ കിടക്കുന്നു താഴെ. എന്നാലും അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ഗോഡ്സിലയെ തള്ളി അവൻ വെള്ളത്തിലേക്ക് ഇടുന്നു. അപ്പോൾ ഗോഡ്സില എന്താണ് ചെയ്തതെന്ന് അറിയോ? ഗോഡ്സിലയുടെ ആറ്റോമിക് ബ്രെത്ത്, അതായത് വെള്ളത്തിനടിയിൽ നിന്ന് തന്നെ തീ പുറത്തേക്ക് തുപ്പുന്നു. കോങ് നിന്നിരുന്ന ആ കപ്പല് തകർന്ന് തരിപ്പണമാവുന്നു. നമ്മുടെ കോങ് ഒരൊറ്റ ജമ്പിന് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ സമുദ്രത്തിനടിയിൽ നിന്ന് രണ്ടുപേരും വീണ്ടും പരസ്പരം അടികൂടുന്നു. അതിനിടയിൽ കോങ്ങിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കപ്പലിൽ നിന്ന് മിസൈലുകളും മറ്റുമൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഗോഡ്സില ഭയങ്കര പവർഫുള്ളാണ്. അതിന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. പക്ഷേ ആ ഫൈറ്റിനിടയിൽ കോങ് വളരെയധികം ടയേർഡാവുന്നു. അവൻ ഇനിയും ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവുന്നു. അപ്പോൾ ഗോഡ്സില്ല വീണ്ടും ആക്രമിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ നേതൻ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യും. നമ്മുടെ കപ്പലിലുള്ള എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്യുക, എല്ലാ പവർ സോഴ്സും ഓഫ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഗോഡ്സില്ല വിചാരിക്കും നമ്മുടെ കപ്പൽ പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു എന്ന്, ആരും ബാക്കിയില്ല എന്ന്. അങ്ങനെ അത് തിരിച്ചു പൊക്കോളുമെന്ന് നേതൻ പറയുന്നു. അങ്ങനെ അവരെല്ലാവരും ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. നേതൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഗോഡ്സില്ല അങ്ങനെ തെറ്റിദ്ധരിച്ച് അവിടെ നിന്നും പോകുന്നു. ഇനി കോങ് ഗോഡ്സില്ലയെ തോൽപ്പിക്കുമോ? അതോ ഗോഡ്സില്ല വീണ്ടും വന്ന് കോങ്ങിനെ അടിച്ച് നിലംപരിശാക്കുമോ? ഈ പോകുന്ന ആൾക്കാരെയൊക്കെ ഗോഡ്സില്ല കൊന്നുകളയുമോ? ഗോഡ്സില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതൊക്കെ അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ട് നിങ്ങൾ കാണണം. അപ്പോൾ ആ വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വന്നേക്കാം. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടിന് ഒരുപാട് നന്ദി. വീണ്ടും കാണാം. അതുവരെ